ഗുഡ് മോർണിംഗ് പ്രയാഗ്രാജ്. രാവിലെ നല്ല തണുപ്പാണ്. രാത്രി 6 ഡിഗ്രി വരെ താപനില താഴ്ന്നിരുന്നു. സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അത്ര കഠിനമായ തണുപ്പ് നമ്മുടെ ശരീരത്തെ ബാധിക്കാതിരുന്നത്. രാത്രി ഇത്ര ശൈത്യമാണെങ്കിലും പകൽ ഇതിന്റെ 3 ഇരട്ടി ചൂടാണ് കുംഭനഗരിയിൽ നിന്ന് അനുഭവപ്പെടുന്നത്. കുംഭനഗരിയിലെ ചുട്ടുപൊള്ളുന്ന വെയിൽ ഒട്ടും തന്നെ പാഴാക്കാതെ വേലയിട്ട് നടന്നലഞ്ഞതുകൊണ്ടാവാം രാത്രി നന്നായി ഉറക്കം കിട്ടി. അത്രത്തോളം ക്ഷീണം. ഇപ്പോൾ രാവിലെ 6:30 കഴിഞ്ഞിരിക്കുന്നു. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമസ്ഥാനം എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത് മന്ത്രോച്ചാരങ്ങൾ മുഴക്കി ഭക്തർ നിരനിരയായി നടന്നു വരുന്നത് കാണാം. നമ്മളിന്ന് ടെന്റടിച്ച ഇവിടം യമുനയുടെ തീരമാണ്. ഈ കാണുന്നതെല്ലാം യമുന നദിയാണ്. ആ കാണുന്നതാണ് പോണ്ടൂർ ബ്രിഡ്ജുകൾ. നദിക്ക് കുറുകെ കൂറ്റൻ ഇരുമ്പ് ക്യാപ്സൂളുകൾ പാകി അതിനു മുകളിലായി പലകകൾ വിരിച്ച് കൈവരികൾ ഒരുക്കി ഭക്തർക്കുള്ള സഞ്ചാരപാത ഒരുക്കുന്നു. പേർഷ്യൻ സാങ്കേതികതയിൽ നിന്നും കടമെടുത്ത ഒരുതരം ഫ്ലോട്ടിംഗ് അത്ഭുതം. നമ്മൾ ഇന്നലെ രാത്രി ഏകദേശം 9 മണിയോടെയാണ് ടെന്റടിച്ച് കിടന്നത്. അതുവരെ ഇവിടെ മറ്റാരും ഈ പ്രദേശത്തില്ലായിരുന്നു. അതിനുശേഷം ആയിരിക്കണം ഈ 2 ടെന്റുകൾ അവർ വന്ന സ്ഥലം. അതായത് രാത്രി അടുത്തുള്ള ഏതൊക്കെ ആശ്രമങ്ങളിൽ നിന്ന് കുറച്ച് പൂജകളും മന്ത്രോച്ചാരങ്ങളും മുഴങ്ങുന്നതല്ലാതെ മറ്റു വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായില്ല. ഇതുവരെ വലിയ ശല്യങ്ങളും ഉണ്ടായില്ല. ആ തൂണുകൾക്ക് താഴെയായി വെള്ളയും പച്ചയും നിറത്തിൽ കാണപ്പെടുന്നത് പൊതു ശൗചാലയങ്ങളാണ്. ഇങ്ങനെ 1,50,000-ഓളം പൊതു ശൗചാലയങ്ങൾ ഈ പരിസരങ്ങളിലായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഒരിക്കലും മറക്കാനാവാത്ത 3 ദിവസത്തെ ഓർമ്മകൾക്കും ഈ തണുത്ത പ്രഭാതത്തിനും കണ്ടുമുട്ടിയ മനുഷ്യർക്കും ഇത്രയധികം ജനങ്ങളെ ഉൾക്കൊണ്ട കുംഭനഗരിക്കും ഒരു കാലത്ത് ഇന്ത്യയുടെ ക്യാപിറ്റലായിരുന്ന ഇന്ന് ഉത്തർപ്രദേശിന്റെ ജുഡീഷ്യൽ ക്യാപിറ്റലായ പ്രയാഗ്രാജിനും നന്ദി.